ഡാറ്റാ ചോർച്ച വിവാദത്തിനിടെ വ്യവസായികൾക്കും മുഖ്യമന്ത്രിയുടെ സന്ദേശം. ചീഫ് മിനിസ്റ്റർ ഓഫീസ് കേരള എന്ന പേരിലുള്ള വാട്സാപ്പ് അക്കൗണ്ടിൽ നിന്നാണ് വ്യവസായികൾക്ക് സന്ദേശം ലഭിച്ചത്. നിങ്ങളുടെ സംരംഭം നാടിന്റെ അഭിമാനമാണ്, സംരംഭകർക്കൊപ്പം സർക്കാരുണ്ട് എന്ന പോസ്റ്ററും സന്ദേശത്തിലുണ്ട്. വ്യവസായികളുടെ വ്യക്തിഗത വിവരങ്ങൾ കെ-സ്മാർട്ട് വഴിയാണോ എടുത്തത് എന്നതിൽ വ്യക്തതയില്ല. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, ഡാറ്റാ ചോർച്ച നടന്നുവെന്ന ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലമാണ്. അതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലൊരു സന്ദേശം വന്നിരിക്കുന്നത്. അനീഷ, വ്യവസായികൾക്ക് വ്യാപകമായി മുഖ്യമന്ത്രിയുടെ ഈ ഫോട്ടോ പതിച്ച ചീഫ് മിനിസ്റ്റർ ഓഫീസിന്റെ പേരിലുള്ള വാട്സപ്പ് സന്ദേശം വന്നിട്ടുണ്ട്. ഈ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നത് ഈ വ്യവസായികൾക്കൊപ്പമാണ് കേരളം എന്നുള്ളതാണ്, വ്യവസായികൾക്കൊപ്പമാണ് സർക്കാർ എന്നുള്ളതാണ്. ഈ നിരവധി അന്തർദേശീയ ദേശീയ പുരസ്കാരങ്ങൾ കേരളത്തിന് ലഭിച്ചു എന്നും ഈ സന്ദേശത്തിൽ പറയുന്നു. അതോടൊപ്പം ഈ വ്യവസായികളുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ നേരത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിൽ വ്യാപകമായി സന്ദേശം അയച്ചതെങ്കിൽ ഇത് തികച്ചും സ്വകാര്യ വ്യക്തികളായ ആളുകൾക്കാണ് സന്ദേശം വന്നിരിക്കുന്നത്. ഈ സന്ദേശത്തിൽ ഈ വ്യവസായികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സന്ദേശമാണ്. അതിൽ വ്യവസായ വകുപ്പിന് വലിയ നേട്ടങ്ങളുണ്ടായി, ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നേട്ടങ്ങൾ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സന്ദേശത്തിൽ പറയുന്നത്. ചില വ്യാപാരികൾക്കും വന്നിട്ടുണ്ട് ഈ സന്ദേശം. അത് എവിടെ നിന്നാണ്, കെ-സ്മാർട്ട് വഴി തന്നെയാണോ ഈ സന്ദേശം ഈ ആളുകളുടെ ഡാറ്റകൾ ലഭിച്ചത്, ഫോൺ നമ്പർ ഉൾപ്പെടെ ലഭിച്ചത് എന്ന കാര്യം സ്ഥിരീകരിക്കാനായിട്ടില്ല. അത് ഒരുപക്ഷെ ഈ വ്യവസായികളുടെ വിവരങ്ങൾ വ്യവസായ വകുപ്പിന്റെ കൈവശമുണ്ട്. ഇതുകൂടാതെ GST വകുപ്പിന്റെ കൈവശം ഈ വ്യാപാരികളുടെയും വ്യവസായികളുടെയും എല്ലാം തന്നെ വിവരങ്ങളുണ്ട്. GST വകുപ്പിൽ നിന്നോ വ്യവസായ വകുപ്പിൽ നിന്നോ ഇത് നൽകിയതാണോ അതോ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കെ-സ്മാർട്ട് വഴി തന്നെ എടുത്തതാണോ എന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത്. അതായത് ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടേതായ വിവരങ്ങൾ അതത് വകുപ്പുകളിലുണ്ടാകും. ഈ എല്ലാ വകുപ്പിൽ നിന്നും ഇത്തരം ഡാറ്റ ചോർത്തൽ നടന്നിട്ടുണ്ടോ എന്ന് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അനീഷ. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ രമേശ് ചെന്നിത്തല കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തെളിവുകളൊക്കെ പുറത്തുവിടുന്ന സാഹചര്യം കൂടിയാണ്. പക്ഷേ വ്യവസായികൾക്കാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സന്ദേശം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് സാജിദ് മനസ്സിലാക്കുന്നത്? ഈ വ്യവസായികളുടെ വിവരങ്ങൾ പ്രധാനമായും ഉള്ളത് വ്യവസായ വകുപ്പിന്റെ കൈവശമാണ് ഒന്നുള്ളത്. പിന്നീട് സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ കൈവശം ഉണ്ടാകും. ഒരു വ്യാപാര സ്ഥാപനമോ വ്യവസായ സ്ഥാപനമോ തുടങ്ങണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരം ഉണ്ടാകും. പിന്നെ പ്രധാനപ്പെട്ട വ്യാപാരികളുടെയും വ്യവസായികളുടെയും വിവരങ്ങൾ ഉണ്ടാകുക GST വകുപ്പിന്റെ കൈവശമാണ്. ഈ കെ-സ്മാർട്ട് വഴി എടുക്കുകയാണെങ്കിൽ അത് വലിയ ഒരു ഡാറ്റയാണ്. വ്യവസായ വകുപ്പിന്റെ കൈവശമാണെങ്കിൽ വ്യവസായികളുടെ മാത്രം ഡാറ്റ ഉണ്ടാകും. GST അടയ്ക്കുന്ന ആളുകളുടെ ഡാറ്റ GST വകുപ്പിന്റെ കൈവശം ഉണ്ടാകും. അങ്ങനെ ഈ വ്യവസായികളെയും വ്യാപാരികളെയും മാത്രം ലക്ഷ്യമിട്ട് GST വകുപ്പിൽ നിന്ന് ഡാറ്റ ചോർത്തിയോ എന്നൊരു സംശയമാണ് പല വ്യവസായികളും വ്യാപാരികളും നമ്മോട് പങ്കുവെക്കുന്നത്. കാരണം അവർ ഈ GST വകുപ്പിൽ കൊടുത്ത ഡാറ്റകളാണ് വരുന്നത്, അല്ലെങ്കിൽ വ്യവസായ വകുപ്പിൽ നിന്നാണ്. വ്യവസായികൾക്ക് മാത്രമല്ല, വ്യവസായികളല്ലാത്ത വ്യാപാരികളായ വിവാദങ്ങൾ നിലനിൽക്കെയാണ് വ്യവസായികൾക്ക് കൂടി ഇത്തരത്തിൽ സന്ദേശം ലഭിച്ചിരിക്കുന്നത്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.